Hi everyone, welcome to I Plus Training Solutions. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന നമ്മുടെ റേമണ്ട് വില്യംസിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ റേമണ്ട് വില്യംസ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിറ്റിക് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് ഓർഡിനറി. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ്, ഇതിനെ ഒരു വർക്ക് എന്നും കോൺസെപ്റ്റ് എന്നും ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഷോർട്ട് ടൈമിൽ റേമണ്ട് വില്യംസിന്റെ കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്ന വർക്കിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോ. In Culture is Ordinary, first question, year of publication 1958. ഇനി മറക്കരുത്, കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ വരുന്നത് 1958 ആണ്, 1958. റേമണ്ട് വില്യംസ് ആർഗ്യൂസ് ദാറ്റ് culture is a whole way of life and a process of shared meaning accessible to everyone, not just an elite domain of high art or refined tastes. Okay, അപ്പോൾ നോക്കിക്കേ, റേമണ്ട് വില്യംസ് ആർഗ്യൂസ് ദാറ്റ് culture is a whole way of life and a process of shared meaning accessible to everyone. എല്ലാവരിലേക്കും accessible ആയിട്ടുള്ള ഒരു shared meaning ആണ് കൾച്ചർ എന്നാണ് വില്യംസ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു അംബർല ടേം ആണ്, വളരെ മികച്ച, വളരെ വലിയൊരു അംബർല ടേം ആയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഇൻ കൾച്ചർ ഈസ് ഓർഡിനറി 1958, റേമണ്ട് വില്യംസ് ആർഗ്യൂസ് ദാറ്റ് കൾച്ചർ ഈസ് എ ഹോൾ വേ ഓഫ് ലൈഫ് and a process of shared meaning accessible to everyone, not just an elite domain of high art or refined tastes. Okay, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈ ആർട്ടും അതുപോലെ തന്നെ റിഫൈൻഡ് ടേസ്റ്റസും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി കാലിബേർഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ള ഒന്നല്ല കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് അണ്ടർസ്റ്റുഡ് ടു എവറി വൺ, ഇല്ലേ? അത് പലപ്പോഴും സാഹിത്യത്തിലൂടെ ആയിരിക്കും, അതുപോലെ തന്നെ പല ചിത്രങ്ങളിലൂടെ ആയിരിക്കും ഈ കൾച്ചർ എന്ന് പറയുന്ന ഐഡിയ പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. റേമണ്ട് ഹെൻറി വില്യംസ് എന്നാണ് റൈറ്ററിന്റെ പേര്. അപ്പൊ നമുക്ക് റൈറ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നോക്കിയപ്പോൾ, എന്തായാലും റൈറ്ററിന്റെ തന്നെ കൾച്ചർ ഈസ് ഓർഡിനറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നിന്നുള്ള ചെറിയൊരു പോയിന്റ് നോക്കാം. റേമണ്ട് ഹെൻറി വില്യംസ് 31 ഓഗസ്റ്റ് 1921 മുതൽ 26 ജാനുവരി 1988 വരെ ആ ടൈം പീരീഡ് ഒരു വെൽഷ് സോഷ്യലിസ്റ്റ് റൈറ്റർ ആണ്, അക്കാഡമിക് ആണ്, നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ക്രിറ്റിക് ആണ്, ഇൻഫ്ലുവൻഷ്യൽ വിത്തിൻ ദ ന്യൂ ലെഫ്റ്റ് ആൻഡ് ഇൻ വൈഡർ കൾച്ചർ. ഓക്കെ, അപ്പൊ ന്യൂ ലെഫ്റ്റ് വിങ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ മികച്ച, അല്ലെങ്കിൽ വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രിറ്റിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ശരിക്കും കൾച്ചർ എന്ന് പറയുന്ന, കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന മേഖലയിൽ റേമണ്ട് വില്യംസ് ഒക്കെയാണ് അതിന്റെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, his writings on politics, culture, the media and literature contributed to the Marxist critique of culture and the arts. Some അറൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ബിഗ് മാസ് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ബുക്സ് വെയർ സോൾഡ് ഇൻ UK എഡിഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 lakhs മുകളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? കോപ്പീസ് സ്പ്രെഡ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും, അല്ലേ? അപ്പൊ നോക്കിക്കേ, കോപ്പീസ് ഓഫ് ഹിസ് ബുക്സ് വെയർ സോൾഡ് ഇൻ UK എഡിഷൻസ് അലോൺ ആൻഡ് there are many translations available. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്ററിന്റെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോപ്പീസ് ബുക്ക് സെൽ ഔട്ട് ആയി എന്ന് പറയുന്നത് തന്നെ ആ റൈറ്ററിന്റെ ഏറ്റവും വലിയൊരു അക്കംപ്ലിഷ്മെന്റ് ആണ്, അല്ലെ? ഒരു റൈറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇന്റൻഷൻ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഇവിടെ കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹിസ് വർക്ക് ലെയ്ഡ് ഫൗണ്ടേഷൻസ് ഫോർ ദ ഫീൽഡ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ മെറ്റീരിയലിസം. ഓക്കെ, കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചറൽ മെറ്റീരിയലിസം തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഹി ക്രിട്ടിസൈസസ് ദ എലിറ്റിസ്റ്റ് വ്യൂസ് ഓഫ് കൾച്ചർ ഹെൽഡ് ബൈ ഫിഗേഴ്സ് ലൈക്ക് T.S. Eliot and proposes that we should start our understanding of culture from the ordinary experiences, practices and beliefs of everyday. നമ്മൾ ഈ കൾച്ചർ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ പ്രയോഗമായ കൾച്യൂറയിൽ നിന്നാണ് ആദ്യമായി മനസ്സിലാക്കുന്നത്. കൾച്യൂറ എന്ന വാക്കിൽ നിന്നാണ് കൾച്ചറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓർഡിനറി എക്സ്പീരിയൻസുകളൊക്കെ തന്നെ ക്ലബ് ചെയ്യപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. പ്രാക്ടീസസ് ഉണ്ട്, ബിലീഫ്സ് ഓഫ് എവറിഡേ പീപ്പിൾ ഉണ്ട്, അസർട്ടിംഗ് ദാറ്റ് ലേണിംഗ് ആൻഡ് കൾച്ചറൽ എക്സ്പ്രഷൻ ആർ നാച്ചുറൽ ആൻഡ് ഫണ്ടമെന്റൽ ടു ഹ്യൂമൻ ലൈഫ്. ഓക്കെ, അപ്പൊ ലേണിംഗും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു വലിയ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ നോക്കിക്കേ, ഇത്രയും പോയിന്റ്സിലൂടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. കൾച്ചർ എന്ന് പറയുന്നത് ലാറ്റിൻ പ്രയോഗമായ കൾച്യൂറ എന്ന വാക്കിൽ നിന്ന് വരുന്നു. കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് വില്യംസ് ആണ്. ഇനി അതുപോലെ തന്നെ അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1958 ആണ്. വില്യംസിന്റെ പ്രത്യേകത 1921 മുതൽ 1988 വരെ ആയിരുന്നു കാലഘട്ടം. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് സാധിച്ചു. കൾച്ചറൽ മെറ്റീരിയലിസം അദ്ദേഹത്തിന്റെ എക്കാലത്തെ മികച്ച
കൈവരിച്ച ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. ഇനി ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കീ പോയിന്റുകളുണ്ട്. ഇതാണല്ലോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് അറൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡെമോക്രറ്റൈസിംഗ് കൾച്ചർ എന്നുള്ളതാണ് ഫസ്റ്റ് ടൈറ്റിൽ. വില്യം സോ ടു ഡെമോക്രറ്റൈസ് കൾച്ചർ, ആർഗ്യൂവിംഗ് ഇറ്റ് ഷുഡ് ബി വ്യൂഡ് ആസ് സംതിങ് ഡെമോക്രാറ്റിക് ആൻഡ് accessible to all members of society, not a fixed entity for a privileged few. ആരെ ഈ പ്രിവിലേജ്ഡ് ഫ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇത് നമ്മുടെ എലൈറ്റ് ക്ലാസിനെയാണ്, അരിസ്റ്റോക്രാറ്റ്സിനെയാണ്. ഓക്കെ, അതായത് സൊസൈറ്റി മൂന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. എപ്പോഴും ഒരു പ്രിവിലേജും കിട്ടാത്തവരെന്ന് പറയുന്നത് ലോവർ ക്ലാസ് ആൾക്കാരായിരുന്നു. ഓക്കെ, എല്ലാ പ്രിവിലേജസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിവിലേജ്ഡ് ഫ്യൂവിന്റെ കൈകളിൽ മാത്രം കൾച്ചർ ലിമിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ വില്യംസിന്റെ ഒരു വലിയ ഇന്റൻഷൻ ആയിരുന്നു. അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഒന്ന് നോക്കിക്കേ. ഹോൾ വേ ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹി ഡിഫൈൻ കൾച്ചർ ആസ് എ കംപ്ലീറ്റ് വേ. ആരുടെ കാര്യമാണ് പറയുന്നത്? റേമണ്ട് വില്യംസിന്റെ കാര്യമാണ്. അദ്ദേഹം കൾച്ചർ ഒരു കംപ്ലീറ്റ് വേ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ദാറ്റ് മീൻസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അംബ്രല്ല ടേം ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ എഡ്യൂക്കേഷൻ, നമുക്ക് ഉള്ള വിശ്വാസങ്ങൾ, ഇതെല്ലാം കൾച്ചറാണ് അല്ലേ? ഇതിനെ ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇന്ത്യയുമായിട്ട് ക്ലോസ് കണക്ഷൻ തോന്നും, ചില സ്ഥലത്ത് പോകുമ്പോൾ വളരെ ഏലിയനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ കൾച്ചറിൽ വരുന്ന ഡിഫറൻസുകളാണ്. ഓക്കെ, ഇതിനെയൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആളായിരുന്നു വില്യംസ്. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസ് അടക്കമുള്ള മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ ഉണ്ടായിരുന്നത് ആന്ത്രോപോളജി എന്ന മേഖലയിലാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയുമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, encompassing everything from daily customs and beliefs to the more formal expressions found in literature and art. ഓക്കെ, ലിറ്ററേച്ചറിലും ആർട്ടിലും ഒക്കെ വരുന്ന ഫോർമൽ എക്സ്പ്രഷൻസും അതിനകത്ത് വരും. ഇനി നോക്കിക്കേ, കണ്ടിന്യൂസ് എവല്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ? എങ്ങനെയാണ്? കൾച്ചർ ഇൻ വില്യംസ് വ്യൂ is not a static but is constantly evolving, incorporating new meanings and discoveries through ongoing social debate and experience. അതായത് ഇപ്പൊ വെസ്റ്റേൺ കൾച്ചർ നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിനെ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ ഫുഡിലും നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ അത് എങ്ങനെ വന്ന് ബാധിച്ചു അല്ലേ? എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റില്ല. അത് ഇവിടെ ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ കൾച്ചറും ഹാബിറ്റും ഒക്കെ അല്ലേ? ഇപ്പൊ പണ്ടുണ്ടായിരുന്ന നമ്മുടെ കൾച്ചറും പല രീതികളും ഒക്കെ ഇടയ്ക്ക് തിരിച്ചു വരുന്നു. പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിലേക്ക് കുറെ കാലം പോകുന്നു. പിന്നെ ഒരു 10 years ആഫ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കാണുന്നത് എന്താണ്? എഗൈൻ ചേഞ്ചസ് വരുന്നതും അതുപോലെ തന്നെ പഴയ കൾച്ചർ ഇങ്ങോട്ട് വരുന്നതും ഒക്കെയാണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ക്രിട്ടിക് ഓഫ് എലൈറ്റിസം ഉണ്ട്. വില്യംസ് ഡയറക്ട്ലി ചാലഞ്ച്ഡ് എലൈറ്റൈസ് പെർസ്പെക്റ്റീവ്സ് ലൈക്ക് ദോസ് ഓഫ് T.S. Eliot, which restricted culture to a specialized and refined domain for the educated minority. Okay, educated minority ക്ക് മാത്രം പോരാ കൾച്ചർ അല്ലേ? സോ ക്രിട്ടിക് ഓഫ് എലൈറ്റിസം, ദാറ്റ് മീൻസ് എലൈറ്റ് പീപ്പിളിന് മാത്രമല്ല, എവ്രി വൺ ഷുഡ് ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് കൾച്ചർ. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാനാണെങ്കിൽ എ സെൻട്രൽ കോൾ ടു ആക്ഷൻ ഈസ് ടു ബിഗിൻ അണ്ടർസ്റ്റാൻഡിംഗ് കൾച്ചർ വിത്ത് ദ ഓർഡിനറി, മീനിങ് എവറി ഡേ ലൈഫ് ആൻഡ് ഇറ്റ്സ് മെനി ഫോംസ് ഓഫ് കൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഓക്കെ, നമ്മുടെ കൾച്ചറൽ ഫോംസും അതിന്റെ കൺസംഷൻസും ഒക്കെ തന്നെ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി സിഗ്നിഫിക്കൻസും കൂടെ നമുക്ക് പറയാനുണ്ട് ഇതിനകത്ത്. ഫൗണ്ടേഷണൽ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് അല്ലെ? നോക്കിക്കഴിഞ്ഞാൽ കൾച്ചർ ഈസ് ഓർഡിനറി വാസ് എ പിവോട്ടൽ ടെക്സ്റ്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീൽഡ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്, ഷിഫ്റ്റിംഗ് ദ പീപ്പിൾ ടു ഫോക്കസ് ടു ദ കൾച്ചറൽ എക്സ്പീരിയൻസ് ഓഫ് ഓർഡിനറി പീപ്പിൾ. അതായത് എപ്പോഴും അപ്പർ ക്ലാസിന്റെ കൾച്ചറിന് മാത്രം ഫോക്കസ് കൊടുത്ത് അതിന് മാത്രം ഒരു വ്യൂ, ഒരു ക്യാമറ പോയിന്റ് കൊടുത്തിട്ട് കാര്യമില്ല. എവ്രി വൺസ് കൾച്ചർ ഷുഡ് ബി കൺസിഡേർഡ്. അവിടെ നമ്മുടെ ലോവർ ക്ലാസിന്റെ കൾച്ചറും ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്രോഡൻസ് ഡെഫിനിഷൻ ഓഫ് കൾച്ചർ, അതൊരു സിഗ്നിഫിക്കന്റ് പോയിന്റ് ആണ്. വില്യംസ് എക്സ്പാൻഡഡ് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ ബിയോണ്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ to include the shared experiences, customs and everyday practices that shape a society. നമ്മുടെ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അതാണ് ഒരു ബ്രോഡർ സ്പിയറിൽ നമ്മൾ പറയുന്നത്. എംഫസൈസസ് ഷെയർഡ് മീനിങ്. ശരിയല്ലേ? നമ്മളിപ്പോൾ ഇന്ത്യൻസിന്റെ കേസിൽ നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മുടെ ടൂറിസം മേഖലയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിനെ ഗോഡായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇതൊക്കെ നമ്മുടെ കൾച്ചറാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫീലിങ്സും ഇൻസ്പിറേഷൻസും ഒക്കെയാണ് കിട്ടുന്നത് അല്ലെ? സോ
emphasizes shared meaning. He highlighted the culture provides people with shared meanings and purposes, അല്ലേ, which are developed through collective experiences and communication. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പഗേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൾച്ചർ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്, അല്ലേ. അപ്പൊ നമ്മുടെ പുസ്തകങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിലൂടെയും നമ്മുടെ ജീവിത രീതിയിലൂടെ ഒക്കെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ കൾച്ചറാണ്, അല്ലെ. അതുകൊണ്ടാണ് കൾച്ചർ എന്ന് പറഞ്ഞ ഒരു യൂണിഫോം ഐഡിയ ആയിട്ടും അതുപോലെ തന്നെ ഒരു അംബർല ടേം ആയിട്ടും മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ നമുക്ക് ഇത് PYQ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കീ കോൺസെപ്റ്റുകളിലും സിഗ്നിഫിക്കൻസിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ചുരുക്കം സമയം കൊണ്ട് വലിയൊരു എസ്സേ ആയ കൾച്ചർ ഈസ് ഓർഡിനറി ആണ് നമ്മൾ ജസ്റ്റ് എ ഗ്ലാൻസിൽ നോക്കിയത്. ഓക്കെ, കൂടുതലായിട്ടുള്ള പോയിന്റുകൾ ഈ ഒരു ടെക്സ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിലും നമ്മൾ കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്ന ഐഡിയ അവിടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.